കണ്ടല്ലോ, ഒരു ജില്ലയിൽ നിന്ന് പോലും മഴ മുന്നറിയിപ്പ് വിട്ടുമാറിയിട്ടില്ല. എല്ലാ ജില്ലകളിലും അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. മധ്യ തെക്കൻ കേരളത്തിലോട്ടായിരിക്കും മഴ ഒന്നുകൂടി കനക്കുക. പക്ഷേ ഇത്രയും നാളത്തെ ഒരു സ്വഭാവം വെച്ചിട്ട് അറിയാലോ, പലയിടങ്ങളിലേക്കും ഈ ഒരു അലേർട്ടുകൾ ഇങ്ങനെ മാറി മാറി വരാനുള്ള സാധ്യതയുണ്ട്. കരുതിയിരിക്കുക തന്നെ വേണം. നാശനഷ്ടങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കോഴിക്കോട് ഉണ്ണിക്കുളത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ക്ഷീരകർഷകനായ പ്രമീളയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് താഴ്ന്നു പോയത്. ഒപ്പം കൊച്ചി കുമ്പളത്ത് വീട് തകർന്നു. തർമാശ്ശേരി റോഡിൽ ബൈജുവിന്റെ വീടാണ് തകർന്നത്. പുലർച്ചെ പെയ്ത മഴയിലായിരുന്നു അപകടം. ബൈജു പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഇടുക്കി കുമളി ടൗണിൽ മഴ കാരണം വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ദേശീയപാത ഉപരോധിച്ചു. നാശനഷ്ടങ്ങളും പലയിടത്തുമുണ്ട്. ഒന്ന് കരുതിയിരിക്കണം. വീണ്ടും പറയുകയാണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കോടതിയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കോടതി പറഞ്ഞത് ഗൂഢാലോചന പുറത്തുവരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിൽ അക്കാര്യം അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അടച്ചിട്ട കോടതിയിലെ നടപടിക്രമങ്ങൾക്കൊടുവിൽ കേസിലെ ഇടക്കാല ഉത്തരവും കോടതി പുറപ്പെടുവിച്ചു. രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിന്റെ ഭാഗമായി വിഷയത്തിൽ ബോർഡിനെയും സർക്കാരിനെയും വിജിലൻസിനെയും മാത്രം കക്ഷി ചേർത്ത് പുതിയ കേസ് എടുക്കാനും ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. എസ് രാഗിനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. രാഗിൻ, ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കണം എന്നുള്ളത് കോടതി എടുത്തു പറയുകയാണ്. പ്രത്യേകിച്ചൊന്ന്, ഒറ്റയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. രണ്ട്, കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അതിനിടയിലാണ് കോടതി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. രഹസ്യമായിട്ടായിരുന്നു നടപടികൾ. എന്താണ് കോടതിയിൽ നടന്നത്? അടച്ചിട്ട കോടതിയിലായിരുന്നു ഈ നടപടിക്രമങ്ങൾ. അത്രയും പ്രധാനമായും SIT ഉദ്യോഗസ്ഥരടക്കം ഹാജരായിരുന്നു. അവർ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിക്ക് നൽകി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. 45 മിനിറ്റോളം ഈ നടപടിക്രമങ്ങൾ നീണ്ടു. ഇതിനിടെ കോടതി വ്യക്തമാക്കിയത് ഗൂഢാലോചന പുറത്തുവരണം എന്ന നിലപാടാണ്. അതായത് ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം എന്ന കാര്യമാണ് കോടതി വ്യക്തമാക്കിയത്. ഇതോടൊപ്പം തന്നെ ഒരു ഇടക്കാല ഉത്തരവും കോടതി പുറപ്പെടുവിച്ചു. ഇതോടൊപ്പം നേരത്തെ ഈ സ്പെഷ്യൽ കമ്മീഷണറാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. അതായത് ഇത്തരത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ അനുമതി കൂടാതെ കൊണ്ടുപോയെന്നത് സംബന്ധിച്ച്. തുടർന്നാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് അതിൽ ബോർഡ്, വിജിലൻസ്, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെയുള്ളവർ കക്ഷികളാണ്. പക്ഷേ ഇപ്പോൾ അതിന് തലം മാറിയിരിക്കുന്നു. രഹസ്യ സ്വഭാവം ഇതിൽ പല കാര്യങ്ങളിലും വേണം. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അടക്കം കോടതിക്ക് മുന്നിലേക്ക് വരുന്നു. ഈ ഘട്ടത്തിലാണ് ആ നിലവിലെ കേസ് പെൻഡിംഗ് വെച്ചുകൊണ്ട് പുതിയൊരു കേസായി ഇത് എടുക്കാൻ കോടതി തീരുമാനിച്ചത്. അതിൽ ബോർഡ്, വിജിലൻസ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന സർക്കാർ ഉൾപ്പെടെ ഉള്ളവരായിരിക്കും കക്ഷികൾ. സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കക്ഷികളായിരിക്കില്ല. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയുടെ മുന്നിലേക്ക് വരുന്നത്. ഇതിൽ ഈ ഇടക്കാല ഉത്തരവ് വരുമ്പോഴാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാവുക. എന്തായാലും വളരെ രഹസ്യമായിട്ടുള്ള നടപടികളാണ്. അത് കോടതി മുൻപേയും വ്യക്തമാക്കിയിട്ടുള്ളതാണ്.